ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളിൻ്റെ ഇൻസ്റ്റാളേഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് 6 കോർ കേബിൾ ലഭിക്കാത്തതുകൊണ്ട് നമ്മളിത് മാനുവലായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ 2 ഭാഗത്തായിട്ടാണ് നമുക്ക് സ്ക്രൂ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കവിടെ ഡ്രില്ല് ചെയ്ത് ഇതവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളതവിടെ ഫിക്സ് ചെയ്തു. ഇനി നിങ്ങൾ കാണുന്നത് നമ്മുടെ മോട്ടറിൻ്റെ പ്ലഗാണ്. ഈ പ്ലഗ് നേരെ നമ്മുടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ആ വയറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റിക്കുള്ള കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. ഈ കണക്ഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഗ്രാഫിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. ഈ വയറാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കൺട്രോൾ യൂണിറ്റിക്കുള്ള കണക്ഷൻ എടുക്കുന്നത്. കൺട്രോൾ യൂണിറ്റിക്ക് മെയിനായിട്ട് നമുക്ക് 3 കണക്ഷനാണ് വരുന്നത്. ഒരു 2 ഫേസും ഒരു കോമൺ ന്യൂട്രലാണ് വേണ്ടത്. ഇതിനുള്ള കണക്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാതും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്നും പിയും ന്യൂട്രലും ഫേസുമാണ്. അവിടെ നിന്ന് DP ബോക്സിലേക്ക് വന്ന് DP ബോക്സ് വഴി സ്വിച്ച് ബോർഡിലേക്ക് വന്ന് സ്വിച്ച് ബോർഡിൽ നിന്ന് മോട്ടറിലേക്ക് പോകുന്ന കണക്ഷനാണ്. ഇതിൽ ഞാൻ P1 P2 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് 2 ഫേസും ന്യൂട്രൽ കോമൺ ന്യൂട്രൽ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫേസ് സ്വിച്ച് ബോർഡിൽ നിന്നും മോട്ടറിലേക്ക് വരുന്ന വയറിൻ്റെ ഫേസ് കട്ട് ചെയ്ത് P1 എന്ന കണക്ഷനും P2 എന്ന കണക്ഷനും എടുക്കണം. ഈ P1നും P2നും ഇടയ്ക്കുള്ള കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. P1ൽ നിന്ന് നമ്മൾ 4ാമത്തെ കണക്ഷനിലേക്കും P2 3ാമത്തെ കണക്ഷനിലേക്കുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ന്യൂട്രൽ കണക്ഷൻ 2ാമത്തെ കണക്ഷനിലേക്കും 1 കോമൺ ന്യൂട്രലായിട്ട് 4ാമത്തെ കണക്ഷനിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിൽ ഈ കൺട്രോൾ യൂണിറ്റ് പ്രവർത്തിക്കുന്നതായിരിക്കും. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. കൺട്രോൾ യൂണിറ്റിൽ നിന്നും P1 P2 എന്ന 2 കണക്ഷൻ വരുന്നുണ്ട്. ആ കണക്ഷൻ നമ്മൾ 4ാമത്തേക്കും P2 3ാമത്തേതിലേക്കും ന്യൂട്രൽ 2ാമത്തേതിലേക്കും 1ഉം 4ഉം തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കണം. അത് കോമൺ ന്യൂട്രലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുകളിൽ നിന്നും നമ്മൾ കണക്ഷൻ എടുത്തിട്ടുള്ള വയറാണ്. ഈ വയർ നമ്മൾ കൺട്രോൾ യൂണിറ്റിക്ക് കണക്ഷൻ ചെയ്തിരിക്കുന്നു. ഇതിലേക്ക് 4ാമത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 4ാമത്തെയും 3ാമത്തെയും കോമൺ ഫേസാണ്. 2ാമത്തെ ന്യൂട്രലാണ്. 1ഉം 4ഉം തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാവണം. അതായത് കൺട്രോൾ യൂണിറ്റിൻ്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡിൽ ഒരു 2 സ്വിച്ചാണുള്ളത്. ഒന്ന് പവറിൻ്റെയും ഒന്ന് മാനുവലായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെയും. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ മുകളിലത്തെ പവറിൻ്റെ സ്വിച്ച് ഓണാക്കാം. അതിനുശേഷം നമുക്ക് മോട്ടർ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ ഈ പവർ സ്വിച്ചിൻ്റെ അടിയിലത്തെ ബൈപ്പാസിന് എഴുതിയിട്ടുള്ള സ്വിച്ച് നമ്മൾ ഓണാക്കുകയാണ്. അതോടുകൂടി നമ്മുടെ മോട്ടറിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയായി. അപ്പോൾ നമ്മുടെ മോട്ടർ ഓണായി. എല്ലാ മോട്ടറുകളിലും ഈ ഉപകരണം അനുയോജ്യമാണ്. ഇതിൻ്റെ വോൾട്ടേജ് കണക്കാക്കിയിട്ട് ഹൈ ആണെങ്കിലും ലോ ആണെങ്കിലും നോക്കിയിട്ട് നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുകയുള്ളൂ. നമ്മുടെ താഴത്തെ ടാങ്കിൻ്റെയും മുകളിലത്തെ ടാങ്കിലേക്കിൻ്റെയും മോട്ടറിൻ്റെ പ്രവർത്തനം ഇത് സുഗമമാക്കുന്നു. 50% വെള്ളമുള്ളപ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക. ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താഴെ വെള്ളമില്ലാത്ത സിറ്റുവേഷനിൽ നമ്മുടെ മോട്ടോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്ത് കൺട്രോൾ ചെയ്യാനും ഈ ഉപകരണം നമ്മളെ സഹായിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 25%, 50%, 75%, 100% എന്നിങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയാൻ സാധിക്കും. ഏതെങ്കിലും കാരണവശാൽ വെള്ളം വരാതിരിക്കുകയോ പമ്പ് മോട്ടർ കംപ്ലൈൻ്റ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മോട്ടർ ഓഫ് ചെയ്യാനുള്ള സംവിധാനം ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 100% വെള്ളമാകുമ്പോഴാണ് ഈ ഉപകരണം മോട്ടർ ഓഫ് ചെയ്യുന്നത്. മോട്ടർ ഓൺ ആവുന്നതിനുള്ള സിമ്പിളിൻ്റെ അവിടെ മോട്ടറിൻ്റെ ലൈറ്റ് കത്തുന്നതായി കാണാം. ടാങ്കിൽ വെള്ളം നിറയുന്നതനുസരിച്ച്
ആ പച്ച ലൈറ്റ് മുകളിലേക്ക് പൊന്തി വരുന്നതായി നിങ്ങൾക്ക് കാണാം. താഴത്തെ ടാങ്കിൻ്റെയും പച്ച ലൈറ്റുള്ളത് നിങ്ങൾക്ക് അവിടുത്തെയും വെള്ളത്തിൻ്റെ അളവ് അറിയാൻ സാധിക്കുന്നു എന്നുള്ള ഒറ്റ ഗുണം. ഈ ഗ്രാഫ് ഉപയോഗിച്ച് മറ്റു രീതിയിൽ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി എന്തൊക്കെ അപ്ഡേറ്റ്സാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നിങ്ങനെ കൂടുതൽ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റ ബൈ ബൈ.